ഗായ്സ് സൂപ്പർ സാധനമാണ് ഗായ്സ്. അരി ഞാൻ തന്നെ അല്ലാതെ വേറെ അരി. ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ഡെയിലി വ്ളോഗൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാന്നുള്ളൊരു മൂഡിൽ ഞാൻ വന്ന് ഇറങ്ങിയത് കേട്ടാ. പിന്നെ ഞാനിപ്പോൾ നിൽക്കണ വീടിൻ്റെ അവിടെ തന്നെ ഈ കാണുന്ന വഴികളൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഉള്ള ഒരു വഴികളാണ് ഗായ്സ്. പിന്നെ ജസ്റ്റ് രാവിലെ ഒന്ന് ചായ കുടിക്കാൻ പോരാന്ന് പറഞ്ഞിരിക്കണതാണ് കേട്ടാ. രാവിലെ കാരണവന്മാർ ചായ കുടിക്കാൻ പോണ പോലെയൊക്കെ എല്ലാ ദിവസവും കടയിലൊക്കെ പോയി കുടിക്കുന്ന പോലെ എനിക്കിന്നൊരു ആഗ്രഹം തോന്നി. മോർണിംഗ് ഞായറാഴ്ചയാണെന്ന് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാം. ഗായ്സ് അവിടെ നിന്നിട്ട് കുറേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചായക്കട ആയിട്ട് കേട്ടാ. ഞാൻ അവിടെ ചായക്കട ഉണ്ട്. എന്തായാലും ഒരു ചായ പറയട്ടെ ഗായ്സ്. ചായ പറയണം, അതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ബാക്കിയൊന്നും ചായ ചായ വന്നിട്ടുണ്ട്. എന്നാൽ കടുപ്പുള്ള ചൂട് ചായ ചായയൊക്കെ കുടിക്കട്ടെ ഒന്ന്. നല്ല ചായ എങ്ങനെയാണ് ഞാൻ നോക്കട്ടെ ഗായ്സ്. കൊള്ളാം, മധുരവും എല്ലാം കറക്റ്റ് ചായ. ഞാൻ കുടിച്ചിട്ട് വരാം. ഓക്കെ ഗായ്സ്, ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കുണ്ട് ഇങ്ങനെ ഒരു പ്രദേശം കണ്ടു കേട്ടാ. നല്ല കിട്ടില്ല സ്പോട്ടല്ലേ, നല്ല കിട്ടില്ല സ്ഥലമല്ലേ. ഈ സാധനം മനസ്സിലായ ഗായ്സ്, എന്നിട്ട് ചാല് പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നണം കേട്ടാ. സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മിക്കെട്ട് അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ, കളറിലെ വെള്ളത്തിൻ്റെ കളർ കാണാം. നല്ല പച്ചക്കളുടെ തീട്ട വെള്ളമാണ് ഗായ്സ്. ഇത് ഒരു സുഖമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ കണ്ടുവന്ന കുറച്ച് സ്ഥലങ്ങളാണ്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്, നല്ലൊരു സീനറി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക ഭംഗി, നല്ലോണം ഇഷ്ടപ്പെട്ട്. എന്തായാലും അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായല്ലേ. എന്തായാലും ഞാനിവിടെ ഒന്ന് പോണേന് സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ നിർത്തിയാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് തിരിച്ച് വീണ്ടും ഞങ്ങളുടെ പ്രദേശത്തൊക്കെ എത്തി. ചായ കൊള്ളായിരുന്നു, ചായയൊക്കെ കുടിച്ച് ഉഷാറായെന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും പണ്ടൊക്കെ പോകണ കണ്ടിട്ടുണ്ട് ചായ കുടിക്കാനൊക്കെ. അതുപോലെ ഒരാഗ്രഹം വീണ്ടും ഇപ്പോൾ തോന്നി, അങ്ങനെ കുടിച്ചിറങ്ങിയതാ. നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം എനിക്കൊന്ന് പണിയായിട്ടൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് നേരം പാട്ട് കേൾക്കുന്ന സ്വഭാവമുണ്ട് ഗൈസ്. കടത്തിൻ്റെ അവിടെ പോയിരുന്നു. ഞങ്ങളുടെ ഒരു കായലുണ്ട്. എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ആ കായലും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് നേരെ അവിടെ പോയിട്ട് പാട്ട് കേൾക്കണ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം അവിടെ പോയിരിക്കാം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കായൽ കേട്ടോ. നല്ല ഭംഗിയില്ല ഗൈസിന്ന് കാണാൻ. മേഘങ്ങളും ഈ കായലും ഇതൊക്കെ കാണാൻ നല്ല ഭംഗി. കുറച്ച് വേസ്റ്റൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ സാധാരണ ചേട്ടന്മാർ മീൻ പിടിക്കാനൊക്കെ ഉണ്ടാവണം കേട്ടോ. രാവിലെ ആകുമ്പോൾ വല വീശി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണാം. വല വീശി ഇങ്ങനെ മീൻ പിടിച്ചെന്നൊക്കെ പോകണതൊക്കെ കാണാം കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാം. പക്ഷെ ഇന്നങ്ങനെ ആരെയും കാണാനില്ല. ഞായറാഴ്ച കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. ഈ കായലിലെ വെള്ളവും തീട്ട വെള്ളമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇറങ്ങാറൊന്നും ഇല്ല എൻ്റെ അത്. ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി സ്പീക്കറിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനെൻ്റെ സ്പീക്കർ ഓൺ ചെയ്യണം. സ്പീക്കർ ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട്. Welcome to Metrotech Music World. The Bluetooth device is ready to pair. അപ്പോൾ പെയർ ചെയ്യണം ഗൈസ്. പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലം പാട്ടുകളൊക്കെ ഞാൻ വെച്ച് തന്നെ ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. അപ്പോൾ ചേട്ടൊന്ന് പാട്ട് കേൾക്കണേ. പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഈ ഒരു പാട്ടും നമുക്കിവിടെ കിട്ടുന്ന സമാധാനവും എല്ലാം ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട്. കാരണം അതിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പാട്ട് കേൾക്കണ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമായിരിക്കാം. അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഫീലായിട്ടാണ്. പക്ഷേ അതിനിടയിൽ ഇന്ന് ഞാൻ എന്ത് കണ്ടന്റ് കാണിക്കുമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെ ഞാൻ ഇരിക്കണേ. പ്രത്യേകിച്ച് നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഡെയിലി വ്ളോഗ് ഇങ്ങനെ ചെയ്ത് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ആരംഭിക്കുന്നതാണല്ലോ. ഇന്നത്തെ ഒരു ആരംഭമായിട്ട് ഞാൻ ഇന്നെൻ്റെ കൂട്ടത്തിൽ കാരണം എന്നോട് ഒന്ന് സംസാരിക്കണതും എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ അതിന് നിങ്ങൾക്ക് അയച്ചാട്ടൊന്ന് പരിചയപ്പെടുത്തി തരാട്ടാ. കുറച്ച് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെയൊക്കെ. അതായിരിക്കും ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങണം. ഞാനിവിടെ കുറേ സമയത്തോളം പാട്ടും കേട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായില്ലെന്ന്. പിന്നെ അയച്ചാട്ടൊന്ന് ഉറങ്ങണം. അതാണ് ഇന്നത്തെ ഫസ്റ്റ് പരിപാടി. എന്തായാലും ഞാനൊന്ന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പണിക്ക് പോകാൻ നേരത്തൊക്കെ വരാം ഗായ്സ്. പണിക്ക് പോകണം, എന്താണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗായ്സ്, ഞാനങ്ങനെ പെട്ടെന്ന് മൊത്തത്തിൽ റെഡിയായി പടയെന്ന് പറഞ്ഞ് ഈ ഒരു കോസ്റ്റ്യൂം പടയായിട്ടേക്കണം. ഒരു പിങ്ക് ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ഒരു ഡ്രസ്സിങ്ങോടെ ഞാൻ ഇട്ടേക്കണം. പടയെന്നും പറഞ്ഞ് റെഡിയായി ഞാനെത്തി. മേലാട്ടി കയറണേ. മേലെ കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരായിരുന്നു. കുറേ ആൾക്കാരെയൊക്കെ അറിയാമെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ വ്ളോഗിലൊക്കെ ചില വ്ളോഗിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ. എന്നാലും ഇനി മൊത്തത്തിലും ഏരിയാക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നേരെ മേലാട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതാണ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പക്ഷെ നാത്തോട്ട് കയറണാണ് ഗൈസ്. നമുക്ക് കാണിക്കാൻ പാടില്ല എന്നാണ് പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം, എന്നാലും കുഴപ്പമില്ല. ഇവിടെ തൊട്ട് തുടങ്ങാനാണ് ഗൈസ്. ഇവിടെ പക്ഷെ ആരും ഇല്ല ഇപ്പം. ഇവിടെ ഒരുത്തവരെ ഉണ്ടാവണമാണ് ഫ്രണ്ട്സ്. അവനെ കാണാനും ഇല്ല. പോയി അതൊക്കെ നമുക്ക് കൊണ്ടുപോകുന്ന ഐറ്റംസ് ആട്ടാ. ഞാൻ അങ്ങോട്ട്
ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ വിഷ്ണു ചേട്ടൻ. ചേട്ടൻ ഒരു ഹായ് പറയൂ. ഹായ്, വിഷ്ണു ചേട്ടൻ. ബാക്കി പിള്ളേരൊക്കെ ഞാൻ കാണിച്ചിട്ടെ. ഇവനാണ് മീൻ ഗൈസ്. ഒരു ഹലോ പറഞ്ഞടാ. ഹലോ ബൈ, ഒരു ഹായ്. ഇതാണെന്ന് പറഞ്ഞു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഞാൻ പാവപ്പെട്ടവര് ജീവിച്ചു പോട്ടെന്ന് പറ. ചെറുക്കൻ പറയണില്ല ഗൈസ്. ഇവിടെ ഇപ്പൊ ഇത്രയും പേരല്ലേ കേട്ടോ നമ്മളിവിടെ. അതിനൊരു 3 പേര്, ഒരു വായി മൊത്തം 3 പേരേ ഉള്ളു. ഞാനും കൂടി 4 ആവും. പിന്നെ ആശി വരും. ഇപ്പൊ ആശിനെ അറിയാമായിരിക്കും. ആശി പഴയ വ്ളോഗിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇന്ന് ഇതൊക്കെ കഴിഞ്ഞൊരു പണിയിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ മീറ്റ് ചെയ്യിപ്പിച്ചു തരാം ഗൈസ്. എന്തായാലും ഓക്കെ ഗൈസ്. അപ്പൊ ഓഫീസിൽ പെട്ടെന്ന് എത്തിയ സമയത്തില്ലേ നമുക്ക് ഒരു സാറിന്റെ ഒരു പരിപാടി ഉണ്ടാ. സാറിന്റെ മോന്റെ കുർബാനൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്നുണ്ടായൊരു അറിയിപ്പായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകേണ്ടി വന്നു ഗൈസ്. ബായിക്ക് ബിജു സാർ അതിനെന്ത് പറഞ്ഞു കൊടുക്കണ്ടെന്ന് എനിക്ക് അറിയാൻ പോലെ. പറഞ്ഞോ ബിജു സാർ എന്നാണ് സാറിന്റെ പേരുണ്ടോ. അപ്പൊ എല്ലാരും ഉണ്ട് ഫ്രണ്ട്സേ. ബിജു സാറിന്റെ 2 വാക്ക് പറയാം. നന്ദി ഉണ്ടെന്ന് പറഞ്ഞേക്ക് ഫുഡ് വെച്ച്. അയ്യോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കാണിച്ചു തരാൻ കഴിച്ചേ. കിടിലം പരിപാടിയാണല്ലേ. ഈ ഹാളി വെച്ചാണെന്ന് തോന്നട്ടോ പരിപാടി. അല്ലെങ്കിൽ ഗ്രാൻഡാണെന്ന് തോന്നുന്നു. നമുക്ക് കയറാം, ആഘോഷിക്കാം. ഫസ്റ്റ് നമുക്ക് ജ്യൂസിൽ നിന്ന് തുടങ്ങാം ഗൈസ്. അപ്പൊ ഗൈസ് വന്നോടനെ തന്നെ ഫുഡൊക്കെ മേടിച്ചേട്ടാ. നോക്കില്ല നല്ല കിടിലം ബിരിയാണി. കിടില സാധനം. എല്ലാരും ഇത് പാട്ടടി അടി. എങ്ങനെയാ ബിരിയാണി? പൊള്ളി. ഒരു ബിരിയാണി ഉണ്ട്. എല്ലാരും ഉണ്ട് കേട്ടാ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനില്ല. ഇവിടെ നിന്ന് പരിങ്ങി നിൽക്കണേ ഞങ്ങൾ. എന്തായാലും കഴിച്ചിട്ട് വരാം. ഓക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല മാട്ട ഐസ്ക്രീം കഴിച്ച് ചെയ്യേണ്ടത്. എല്ലാവരും ഉണ്ട്. ഐസ്ക്രീമും കഴിച്ചതിന് കിട്ടില്ല. ഫുഡ് ഹാപ്പിയായിരുന്നു. സാറ് അപ്രസിദ്ധമായി വിളിച്ചതുകൊണ്ട് അപ്രതീക്ഷിതമായി വിളിച്ചതുകൊണ്ട് പെട്ടെന്ന് വരേണ്ട ഒരു അവസ്ഥയായി പോയി. നാളെയും കൂടി പരിപാടി ഉണ്ട്. 2 പ്രോഗ്രാം ഞങ്ങൾക്ക് വെച്ചത് കേട്ടാ. നാളെ നമുക്കൊന്ന് ആഘോഷിക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നു. ആരുടെ വിട്ടെടുക്കുന്നു. നേരെ പണിക്ക് പോകുന്നു. പണിക്ക് പോയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നു. തൃപ്പൂണിത്തറ സ്റ്റോർ കേട്ടാ. അത്യാവശ്യം കൊച്ചിയിലെ തന്നെ 2ാമത്തെ വലിയ സ്റ്റോർ ഇതാണെന്ന് എനിക്ക് തോന്നണം. ലുലു കഴിഞ്ഞാൽ ലുലു അല്ല MG റോഡ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ച് കളക്ഷനൊക്കെ ഉള്ള സ്റ്റോറാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ കയറണം കേട്ടാ. കുറച്ച് ഫ്രെയിംസ് കൊടുക്കാനുണ്ട് കാശ് ഇവിടെ. അത്യാവശ്യം നല്ലൊരു സ്റ്റോറാണ് കേട്ടോ. ഇത്ര ആൾക്കാർ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ നടത്തണം. എന്നൊക്കെയാണ് എൻ്റെ അവസ്ഥകളെന്താ. അയ്യോ ഞാനൊന്നും എടുക്കട്ടെ കേട്ടാ. ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. 2-3 പേരുണ്ട്. പക്ഷേ ഇവിടെ നല്ല കസ്റ്റമർ തിരക്ക് ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവരും പണിത്തിരക്കിലാണ്. കൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും കസ്റ്റമറിൻ്റെ അടുത്താണ്. നോക്കാം. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് വരാം. ഇത് ഹർഷ, നമ്മുടെ തൃപ്പൂണിത്തറ സ്റ്റോറിലെ മെയിൻ ആള് കേട്ടാ. നാണം ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും നാണമാണ് കഴിച്ചു കൊടുക്കുക. അശ്വന ഇത്ര ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. തെറ്റി ഞാനിവിടെ നിന്ന് പണി തീർത്തിട്ട് വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മരട് സ്റ്റോർ. ഇതാണ് മരട് സ്റ്റോർ കേട്ടാ. മരട് സ്റ്റോറിലെ ഒരു വ്യക്തിയാണ് ഇരിക്കണത്. എന്തോ വയ്യാണ്ടിരിക്കണേ. മരട് സ്റ്റോറായിട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു കാണുന്നുണ്ട് ഗൈസ്. ഇതെല്ലാവരും സൂക്ഷിക്കുക. ഒരുപാട് കാറുകളൊക്കെ വീണ് പോയിട്ടുള്ള കേട്ടാ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ടീ ഷോപ്പാണ്. ടീ ഷോപ്പ് ആക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ടീ ഷോപ്പ് ആക്കിയിട്ടില്ല ഷോപ്പാണ്. ഞാനും അതിൻ്റെ കയറേ ഞാൻ 5 അല്ലേ. ഒരു ഹായ് കൊടുക്കാം. ഹായ് കണ്ട. അതാണ് മൈൻഡ്. ഈ ഷോപ്പ് ഒരു ചെറിയ ഷോപ്പാണ് ഗൈസ്. എന്നാലും കുഴപ്പമില്ല. നല്ല കിട്ടില്ല ഷോപ്പാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വ്യക്തി കൂട്ടിയുണ്ട്, ശരത്ത്. ഫോണിലാണ്. അപ്പോൾ ഇവിടെയും വന്ന് കയറാം. ഇവിടെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ചെറിയൊരു ഷോപ്പാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പറഞ്ഞത് ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ കേട്ടോ ഗൈസ്. ക്യാമറയുടെ എന്താ ഈ സാധനമൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്യണം. ഇവിടെ ഗേറ്റ് പാസ് ക്ലോസ് ആയിട്ടില്ലെന്ന് കാണിക്കും. നമ്മളവിടെ കണക്ട് ചെയ്യണം. അതൊക്കെ കുറച്ച് കഷ്ടപ്പെടാം. അപ്പം ഇതൊക്കെ തീർക്കട്ടെ മതി. മരടിന്ന് തോപ്പം പഠിക്കണ വഴിയാണ് കേട്ടോ ഗൈസ്. കിട്ടില്ലല്ലേ നേരെ തോപ്പുംപടി സ്വർണ്ണത്തിട്ട് വരാം ഗൈസ്. തോപ്പുംപടി ലെൻസ് കാട്ടി ഞാൻ ഇറങ്ങി കേട്ടാ ഗൈസ്. വേറെ ഒന്നുമല്ല, അവിടെ
3 കസ്റ്റമറുണ്ട്, ഒരു സ്റ്റാഫും ഉണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതിനിടയിൽ അവരോട് സംസാരിക്കാൻ പല പാടുകളായി സംസാരിക്കാൻ നിന്നില്ല. നേരെ പോണേ അടുത്ത സ്റ്റോർ ഞാൻ നോക്കാം. ഓക്കെ, സ്റ്റോറിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റോറിൽ അത്യാവശ്യം കസ്റ്റമറൊക്കെ ഉണ്ട്. എല്ലാവരും കസ്റ്റമറിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ഓടി കിടക്കണാണ്. നാട്ടാണേലും ഇവിടെ ഒരാളെയും പരിചയപ്പെടുത്തും ഞാൻ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ പിന്നീടും പരിചയപ്പെടുത്തി തരാം. കുറെ പെണ്ണുങ്ങളെ കണ്ട് നിങ്ങൾ സൂഹിക്കാൻ വേണ്ട. കുറെ ഗേൾസ് ഉണ്ട് ഇവിടെ. എല്ലാ ഗേൾസിനെ കണ്ട് സൂഹിക്കണ്ട. ആസിഫിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആസിഫ് ഒരു ഹായ്. ആസിഫിന് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര നല്ല കുട്ടിയല്ലടാ. ഇതാണ് നന്മയുള്ള ലോകം ഗൈസ്. അതെ, സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നല്ലേ. ഫുഡ് കഴിച്ചു ഹായോട് പറഞ്ഞേ. ഹായ്. അപ്പൊ ഓക്കെ, നമ്മുടെ ഇവിടെ വന്നപ്പോ 2 പിള്ളേരിപ്പുണ്ട് ചെറുക്കൻ. ഹലോ ഹായ് പറഞ്ഞ. 2 പേര് അടിച്ചു പൊളിക്കാൻ ഇവിടെ സുഖ ജീവിതമാണല്ലോടാ. അവനാണ് അമൃതേഷ്. അപ്പൊ കാശ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് 3 സ്റ്റോർ കാണിച്ചു തന്നു. ഇനിയും കുറെ സ്റ്റോറുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നാലേ ഇവിടെയുള്ള ഗേൾസുകളെയൊക്കെ കണ്ട് നിങ്ങൾക്ക് കൊതിയാവും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കാണിച്ചില്ല. എനിക്ക് ഇപ്പൊ കണ്ട ഗേൾസിനെയൊക്കെ അറിയാം. ഇൻസ്റ്റയിൽ ആണെങ്കിൽ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റയിൽ ഞാൻ തരുന്നതായിരിക്കും. മേടിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കണ്ണടയൊക്കെ ഉണ്ട്, കണ്ണടയൊക്കെ വെച്ച് പറയാം. അപ്പോൾ അടുത്തത് ഇനി 3 ഷോപ്പിലെ ഗേൾസിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് പിടിച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയുള്ള ഇനിയും വീട്ടിൽ പോയിട്ട് എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരെ കൂടി പറ്റുമെങ്കിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. തീർച്ചയായിട്ടും വ്ളോഗ് ഞാൻ ലെങ്ത് ആക്കൂല, പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരും. അപ്പോൾ നേരെ വില്ലാട്ടോ ഓഫീസിൽ എത്തി. ഓക്കെ ഗായ്സ്, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് പോസ്റ്റ് കിട്ടി. എന്തോ ഒരു പോസ്റ്റിലാണ് ഞാൻ പോസ്റ്റായി പോയി ഗായ്സ്. അപ്പോൾ എന്താണേലും ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ ഇനിയും ബാക്കി കൂടെ സംസാരിക്കാനായി ഞാനും നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് എൻ്റെ അവസാനിപ്പിച്ച് അങ്ങ് നിർത്തി അങ്ങ് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്. ഞാൻ പറഞ്ഞ ചേട്ടന്മാരുടെ വള്ളത്തിലൊക്കെ പോകണ്ട, മീൻ പിടിച്ചിട്ടൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. അതൊക്കെയാണ് കാഴ്ചകൾ ഗൈസ്.